പിന്നെ ആൻ സലീമാണ് ഇതിൽ. അനിന്ത്യ സെക്കൻഡ് ഹീറോയിൻ ഒരു ജോക്ക് ഉണ്ട് ആൻ സലീമിൻ്റെ. 2 സെക്കൻഡ്, 2 സെക്കൻഡ്സ് ഉണ്ട്. പിന്നെ ദിവ്യപ്രഭ ഇതിൻ്റെ അകത്ത് ഒരു വക്കീൽ ഡെസ്റ്റിമോണയുടെ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. രജിഷ ഇതിൻ്റെ അകത്ത് ഫ്രിഡ സോമൻ അല്ലെങ്കിൽ ശാലിനി എന്ന് പറയുന്നൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. വിഷ്ണു ആണ് ഡോൺ എന്ന് പറയുന്ന വക്കീലിൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. നിരഞ്ജാണ് ബിമൽ 2046 ഗതികെട്ട ഒരു മിഡിൽ ക്ലാസ്. പിന്നെ വർക്കിയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈനും മ്യൂസിക്കും ചെയ്തേക്കുന്നത്. ശ്രീജിത്ത് എൻ്റെ VFX ടീമിലെ മെയിൻ അസോസിയേറ്റാണ്. ജെയിൻ ചേട്ടൻ്റെ അകത്ത് മലയാളി മാമനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദിവ്യ ജോബി കോസ്റ്റ്യൂം ഡിസൈനർ ആൻഡ് സ്റ്റൈലിസ്റ്റാണ്. പിന്നെ ആൽവിനാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. രാഹുൽ രാജഗോപാൽ ഇതിൻ്റെ അകത്ത് സൈമൺ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലിയോൺ നമ്മുടെ സബ് ടൈറ്റിൽസ് വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന കമ്പനി സബ് ടൈറ്റിൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ട് നമ്മുടെ ടീംമേറ്റ്സ്, എൻ്റെ അസോസിയേറ്റ് ഉണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ പറയുന്ന ഹായ് മീഡിയ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കിന് ശേഷം ഞങ്ങളുടെ സിനിമ മസ്തിഷ്ക മരണം, എ ഫ്രാങ്കൻ ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് ഇന്ന് 27-ാം തീയതി റിലീസായിരിക്കുകയാണ്. നല്ല റെസ്പോൺസാണ് ലഭിക്കുന്നത്. നല്ല റിപ്പോർട്ട്സ് വരുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന് പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്താണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്താണെങ്കിലും നമ്മുടെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടാവുമല്ലോ. ഇന്നത്തെ ദിവസം എങ്ങനെ പോകണം, ഇത് റിലീസാകുന്ന ദിവസം എങ്ങനെ പോകണം എന്നുള്ളത്. അതുപോലെ തന്നെ പോകുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഡേയിൽ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വന്ന എല്ലാ മീഡിയ ടീംസിനോടും താങ്ക് യു സോ മച്ച്. ഇതുവരെ ഈ സിനിമ കണ്ട് നല്ല അഭിപ്രായം അറിയിക്കുന്ന എല്ലാ ഓഡിയൻസിനോടും ഒരുപാട് നന്ദി. കാണാത്തവർ ഇനി പോയി സിനിമ കാണൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരോടും പറയണം, സിനിമ കാണാൻ പറയണം. മലയാളത്തിലെ ആദ്യത്തെ സൈബർ പങ്ക് സ്പേസിൽ വരുന്ന സിനിമയാണ്. ഒരു പുതിയൊരു സിനിമ അല്ലെങ്കിൽ പുതിയൊരു സ്പേസിൽ ചെയ്യുന്ന ആദ്യത്തെ സിനിമ മലയാളത്തിൽ ചെയ്യുമ്പോൾ ആ സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും വീണ്ടും പുതിയതായ തോട്ട്സും പുതിയതായ സിനിമകളും ഉണ്ടാകുന്നു എന്നുള്ളത് പേഴ്സണലി ഞങ്ങൾ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ പല സ്ഥലത്തും, ഇപ്പോൾ ചെന്നൈയിലാണെങ്കിലും ബോംബെയിലൊക്കെ ആണെങ്കിലും പോകുമ്പം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സ്പേസ്, അത് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പം നല്ല സിനിമയാണെന്ന് വേർഡ് ഓഫ് മൗത്തിലൂടെ ഈ സിനിമ വിജയിക്കണമെന്ന് ഞങ്ങളെല്ലാവരും അതിയായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. ബാക്കി വി ആർ ഓപ്പൺ ടു ദ ക്വസ്റ്റ്യൻസ്. My question is to the ഡയറക്ടറോടാണ്. ഹായ്, പടം കണ്ടു, ഗംഭീരമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ കിട്ടിയത്. അപ്പം ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ മലയാള സിനിമ വേറൊരു ഫേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം ചെയ്യണമെങ്കിൽ അത് മലയാളത്തിൽ ചെയ്യാം എന്നൊരു ധൈര്യത്തോടെ അതർ സ്റ്റേറ്റിൽ നിന്നും വരുന്നവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ. അപ്പം ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ടീസർ ഇറങ്ങിയപ്പം ഓരോ ഒരു കഥകൾ കേൾക്കുന്നുണ്ട്. ഇതിങ്ങനെയായിരിക്കാം, അങ്ങനെയായിരിക്കാം. ട്രെയിലർ ഇറങ്ങിയപ്പോൾ വേറെ ഗ്രാഫ്, ഇതൊന്നും അല്ലാത്ത ലെവലിൽ സിനിമയിൽ പ്രേക്ഷകൻ എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. എന്താണ് ഇങ്ങനൊരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അങ്ങനെയല്ല, എൻ്റെ പ്രീവിയസ് ഫിലിംസിൽ ഇതേപോലത്തെ ചെറിയ അറ്റംപ്റ്റുകളുണ്ട്. അപ്പോൾ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ അത് വർക്ക് ആവുമായിരിക്കും, ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അതിനൊരു പ്രൊഡക്ഷൻ ഹൗസും കൂടെ നമ്മൾ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് നെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംഭവം. പിന്നെ എനിക്ക് തോന്നുന്നു വീണ്ടും ഇങ്ങനത്തെ വർക്കുകൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കും അവരുടെ എക്സ്പെരിമെൻറ്റുകളും അല്ലെങ്കിൽ അവരുടെ അറ്റംപ്റ്റുകളും ഒക്കെ എഫേർട്ടുകളും ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു പരിപാടിയായിട്ടത് എൻഡ് ചെയ്തു. രജിഷ, ഹായ്.
ആ മ്യൂസിക് ഒന്ന് ഓഫ് ആക്കാവോ എന്ന് ചോദിക്കണം. ഒരു വല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറൊരു വേറൊരു മൂഡ്. ഓഫായി ആ രജിഷ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഇപ്പം തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഓൺ എയറിൽ നിന്ന് ഇപ്പം ഒന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ഒരു ഫീലിംഗ് ഉണ്ടോ? ഇപ്പം ഞാൻ സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഭയങ്കര ഒരു മൊമെൻ്റാണ്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആ സിനിമയാണ് അതിനു വേണ്ടി സംസാരിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമ സംസാരിക്കുന്നുണ്ട്. സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നതിലും ഓരോരുത്തരുടെ എഫേർട്സും എടുത്തു പറയുന്നത്. ഇപ്പോൾ സിനിമയുടെ റിവ്യൂസ് വരുമ്പോഴും പലരും പറയുമ്പം പൊതുവേ എല്ലാവരും ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞു പോകുമല്ലോ. ഇവിടെ എടുത്ത കോസ്റ്റ്യൂമിൻ്റെ കാര്യമാണെങ്കിൽ മേക്കപ്പ്, VFX, ആർട്ട്, സിനിമാറ്റോഗ്രഫി, ഓരോരുത്തരുടെ പെർഫോമൻസസ് ഓരോന്നും എടുത്ത് പറയുമ്പോൾ പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവരുടെ ഈ ഹാർഡ് വർക്ക് നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ. ഇതുപോലത്തെ ഒരു സിനിമ, ഈ ജോണറിൽ വരുന്നൊരു സിനിമ മലയാളത്തിൽ നമ്മളുടെ ബഡ്ജറ്റ് എല്ലാം വെച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം അവരുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ എടുത്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്തായിരുന്നു ഇങ്ങനെ ഒരു ജോണർ? ഇപ്പൊ നോർമൽ എല്ലാവരും ഇപ്പം രജിഷ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന സ്ഥിരം ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്യണം, പ്രേക്ഷകരിലേക്ക് വേറെ ലെവലിലേക്ക് എത്തിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വന്നില്ല എനിക്ക്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എല്ലാം അപ്പോൾ കളങ്കാവലിന് മുന്നേ എൻ്റെ അവസാനത്തെ റിലീസ് മധുര മനോരമമാണ്. എത്ര ഗ്യാപ്പായി. അപ്പം ഞാനിങ്ങനെ നല്ലത് വന്നാൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. പട്ടിണിയാണെങ്കിൽ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു സീനിലായിരുന്നു. എന്തോ കറക്റ്റ് ആ ഒരു സമയത്ത് കൃഷാന്തിൻ്റെ കോള് വന്ന് കൃഷാന്ത് വന്ന് ഇത് പറഞ്ഞ ആ മൊമെൻറ്റിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നെയുള്ള കാര്യം. അത് കേട്ടപാടെ ഇങ്ങനൊരു ഇങ്ങനൊരു തോട്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൃഷാന്ത് വേണേൽ എന്നെ AD ആയിട്ട് വിളിച്ചിരുന്നെങ്കിൽ അതിന് വേണ്ടി ഞാൻ പോയേനെ. അഭിനയിക്കാനല്ല രക്ഷ, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് വെച്ചിട്ട് ഞാൻ പോയേനെ. കാരണം ഇങ്ങനത്തെ സിനിമയുടെ ഭാഗം എങ്ങനെയെങ്കിലും ആവാൻ സാധിക്കുക എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീഡ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയത് ചെറിയ ടോപ്പ് ഓഫ് ദ കേക്കാണ്. അത്രയും അതെ, ഒരു ലോട്ടറി പോലെ. അല്ല, അത് ആറാട്ടണൻ മാത്രമല്ല, അത് ആ ഒരു ജോണറിൽ പെടുന്ന നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഫാനുകളെ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ആറാട്ടണനായിട്ട് തോന്നിയത് ഭയങ്കര അത് ഒരുപാട് പേരുണ്ട്. ആറാട്ടണൻ ദിവ്യയെ വിളിച്ചു സംസാരിച്ചു, പുള്ളിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ആ സോങ് ഇറങ്ങിയപ്പോഴത്തേക്കും വൺ ഓഫ് ദ പീപ്പിൾ ഹൂ റിയലി സ്പോക്ക്, ഭയങ്കര വൈസായിട്ട് സ്പീക്ക് ചെയ്ത ഒരാളാണ് ആറാട്ടണ്ണൻ. അതിലൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഭയങ്കര സർപ്രൈസിങ് ആണ്. നമ്മൾ ഒരു രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ വേറൊരു രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യും. നമ്മൾ വേറൊരു രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ എന്താണ് നിനക്ക് തുണി എടുത്തൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് ഭയങ്കര സർപ്രൈസിങ് ആണ്. അതാണോ ഇവിടുത്തെ അതെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ വുമൻസ് ഡേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു, വിഷ് ചെയ്തു. ശരി. അതിൽ ഉപയോഗിക്കുന്നുണ്ടായി. അതെ അതെ ഉണ്ട്. അപ്പൊ അത് പിന്നീട് ചർച്ചയാവുന്ന അങ്ങനെ എന്തെങ്കിലും പേടിയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊരു ആൻറ്റി ദിലീപ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. ഞാൻ പറയുന്നത് ആൾക്കൂട്ട മീഡിയ വിചാരണ കാണിക്കുന്ന ഒരു സാധനമാണ്. അപ്പം വായി തോന്നിയെ വിളിച്ച് പറയല്ലേ ചേട്ടാ എന്ന് അത് പറയുമ്പോഴത്തേക്കും നമ്മൾ ദിലീപേട്ടൻ്റെ ക്രൈമോ അല്ലെങ്കിൽ ക്രൈം ചെയ്തിട്ടുണ്ടോന്നോ ആ ക്വസ്റ്റ്യനൊക്കെ കോടതിയുടെയും ഇതിനൊക്കെ വിട്ടാലും, ബട്ട് ദ മീഡിയ ഈസ് റിയലി സറൗണ്ടിങ് എ പേഴ്സൺ ഹൂസ് അക്യൂസ്ഡ്. അപ്പം അതിൻ്റെ ഒരു റെഫറൻസാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു മീഡിയ ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനം കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതാണ്, ഒരു റിയാലിറ്റിയുടെ എക്കോസിസ്റ്റത്തിന്. അതിൻ്റെ അകത്ത് ഇതെല്ലാം വരും എന്നുള്ളതാണ്. അപ്പം ആസ് എ ഡോക്യുമെൻറ്റേഷൻ ഓഫ് അവർ ടൈംസ് ഇതിനെക്കുറിച്ചൊക്കെ റെഫർ ചെയ്ത് പോവാം. അതിനെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നാണ് വിചാരിക്കുന്നത്.
ഹലോ ഹലോ സിനിമ കണ്ടിറങ്ങി എല്ലാവരോടും സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാവരും രജിഷയുടെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പം സിനിമ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങുന്നതിന് മുൻപും രജിഷയുടെ പേര് എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. അതെ അതെ ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്, അതായത് ഇപ്പം ഈ ട്രോൾസ് അല്ലെങ്കിൽ മീംസ് ഒക്കെ വരുമ്പോൾ പോലും പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം മാറ്റി പറയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് അന്നേരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അത് സിനിമയിലുള്ള കോൺഫിഡൻസ് ആണ്, അല്ലാതെ എനിക്ക് എൻ്റെ മറ്റേ അങ്ങനത്തെ പരിപാടിയല്ല. അത് സിനിമയിൽ, കാരണം നമുക്കറിയാലോ നമ്മളിത് എന്തിനാ ചെയ്തത്, സിനിമയ്ക്ക് ഇതിൻ്റെ ആവശ്യം എങ്ങനെയാണ് ഏതാണെന്ന് എനിക്കറിയാലോ. അപ്പം ഞാനതിന് മുന്നേ എന്ത് പറഞ്ഞാലും പോയിന്റ്ലെസ് ആണ്. അത് പിന്നെ വ്യാഖ്യാനിക്കപ്പെടും, അതിൽ കുറേ സാധനം വരും, പിന്നെ അതിൽ വരും, പിന്നെ അത് എന്തിനാ അങ്ങനെ അത് തോന്നിയിട്ടില്ല. കാരണം എനിക്കറിയാം ഇപ്പം 27-ന്റെ വളരെ പെട്ടെന്ന് സിനിമ വരുമെന്ന് അറിയാമായിരുന്നല്ലോ. അപ്പം വന്നു, ഇനിയിപ്പം ഞാൻ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചാണല്ലോ ഓരോരോ സിനിമയും നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് സ്വീകരിക്കപ്പെടുമ്പോഴാണ് ഇതിൻ്റെ ഒരു പരിസമാപ്തി ഭയങ്കര നന്നായിട്ട് പോകുന്നത്. അപ്പം ഇതിനാണ് നമ്മൾ എവ്രി ഡേ, ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മൾ ഈ ജോലിക്ക് ഇറങ്ങി തിരിച്ച് പണിയെടുക്കുന്നത് അൾട്ടിമേറ്റ്ലി ഓഡിയൻസിന് നമ്മൾ ചെയ്യുന്ന സിനിമ ഇഷ്ടമാവണമെന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് പ്രൈമറി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിൽ വരുന്ന ബാക്കി പണമാണെങ്കിലും ഫെയിം ആണെങ്കിലും നമ്മളുടെ എന്തൊക്കെയാണെങ്കിലും. പ്രൈമറി എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ പ്രേക്ഷകൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കപ്പെടുന്ന മൊമെൻ്റാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സ്ട്രസ് കിട്ടുന്ന ടൈം. അതുപോലെ ദിവ്യയുടെ ക്യാരക്ടറിനെ പറ്റി ആളുകൾ എടുത്ത് പറയുന്നുണ്ട്, ഇത്ര നാളും ചെയ്യാത്ത. സിനിമയിൽ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല അന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡെസ്റ്റിമോണ എന്ന് പറഞ്ഞ ക്യാരക്ടർ വെറുതെ ഒരു കോമഡി ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര എഡ്ജിലാണ് നിൽക്കുന്നത്, വല്ലാത്തൊരു മീറ്ററിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രീമിയർ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചു, ഓക്കെ FDFSന് എന്താണ് ഒരു കോമൺ ഓഡിയൻസിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസും പടം കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. എനിക്ക് മാത്രമല്ല, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നിരഞ്ജനും വിഷ്ണു അഗസ്ത്യ, രജിഷ, ആൻ, എല്ലാവർക്കും പെർഫോമൻസിനൊരു സ്പെഷ്യൽ ക്രെഡിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു കൃഷാന്ത്. കുറച്ചുകൂടെ ഉറക്കെ പറ വേണോ? കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല അല്ലേ? യെസ് ഉണ്ട്, എനിക്ക് ഇനിയുണ്ട് ഒരുപാട്. ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഇറക്കാൻ. ആരെങ്കിലുമൊക്കെ എഴുത്. യെസ്, ഉറപ്പായിട്ടല്ലേ? യെസ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും പടം കണ്ടതാണോ? എല്ലാവരും ഇഷ്ടപ്പെട്ടു ശരിക്കും? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് ആൻസർ ചെയ്തത്. ശരി, താങ്ക് യു. സോറി കയ്യിലുണ്ട്. ഹലോ, കേൾക്കാവോ? ഞാൻ ഈ സിനിമ നമ്മൾ പ്രീമിയർ കഴിഞ്ഞപ്പോഴും അല്ലാത്തപ്പോഴും എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പേഴ്സണലി വന്ന് സംസാരിച്ചത് കുറേ ആക്ട്രസസ് ആണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തരും വന്നിട്ട് അവർക്കിത് കുറേ പോയിന്റ്സ് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു, കുറേ മൊമെൻറ്റ്സ് ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു എന്നവർ പറഞ്ഞു. അത് നമ്മൾ പറയുന്ന പോലെ ഈ പ്രൈവസി കയറി എൻക്രോച്ച് ചെയ്തോട്ടെ എന്ന് നന്ദുചേട്ടൻ ഇതിലൊരു ഡയലോഗ് ചോദിക്കുന്നുണ്ട്. അത് ഏത് മൊമെൻറ്റ് വരെ നമുക്കത് ഓക്കെ ആണെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പം ഞാനൊരു ജേർണലിസം സ്റ്റുഡൻ്റാണ്, ഞാൻ ജേർണലിസം പഠിച്ചിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ എത്തിക്സ് എന്താ, നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം ചുമ്മാ പറയുകയാണെങ്കിൽ ഒരു മരണ വീട്ടിൽ പോയാൽ നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കവർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന്
നമ്മൾ ഓരോരുത്തർക്കും ആസ് എ സിറ്റിസൺ, ആസ് എ ഹ്യൂമൻ ബീങ് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. നമ്മൾ അതൊക്കെ എല്ലാം നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തരാനും കോളേജിൽ പഠിപ്പിച്ചു തരാനും പറ്റില്ല, കുറേയൊക്കെ നമ്മൾ തന്നെ അല്ലേ. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി വിട്ട് കുറേ പേര് പെരുമാറുമ്പം അത് ആരെയാണെങ്കിലും അത് ഹേർട്ട് ചെയ്യും. അത് പബ്ലിക് ഫിഗർ ആണെങ്കിലും പ്രൈവറ്റ് ഫിഗർ ആണെങ്കിലും അതൊരു നേരിയ വരെയാണ് നമ്മളത്. അപ്പം എല്ലാവരും അവരവരുടെ വിവേകവും ഇതൊക്കെ ഉപയോഗിച്ച് പെരുമാറിയാൽ കുറച്ചും കൂടി ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ പോയിന്റ്സ് സിനിമയിൽ നമ്മളിങ്ങനെ അഭിനയിക്കുമ്പോൾ ആഡ് ചെയ്ത പോയിന്റ്സ് അല്ല, ഇതൊക്കെ വ്യക്തമായി കൃഷാന്ത്, ഞാൻ പറഞ്ഞ സിനിമയിലുള്ള എല്ലാം നേരത്തെ കൃഷാന്തിൻ്റെ ഒരു ഭയങ്കര കിടിലം പരിപാടി നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ പുള്ളി അടിപൊളിയായിട്ട് വരയ്ക്കും. അപ്പം എല്ലാത്തിനെക്കുറിച്ചും നല്ല രീതിയിലുള്ള സ്കെച്ച് ബോർഡ്സും സ്റ്റോറി ബോർഡ്സും ഭയങ്കരമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഇതിൻ്റെ പുറകെയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് ഭയങ്കര എളുപ്പമാണ്. പാട്ടിനാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും നമുക്കങ്ങനെ ഒരു കാറ്റത്ത് പോയിട്ട് എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയാണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനും കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ് ഈ സിനിമയുടെ പുറകിൽ പോയിട്ടുണ്ട്, അത് എഴുത്തിലാണെങ്കിലും ടെക്നിക്കലിലാണെങ്കിലും. ശരിക്കും പറഞ്ഞാൽ ആ ക്ലൈമാക്സ് കണ്ട സമയത്ത് ശരിക്കും ഗംഭീരമായിട്ട് ഒരു പറയാ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങനെ തീർത്ത് ഇതാക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എല്ലാവരും ബാരിയറെല്ലാം ബ്രേക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പം ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ അതിപ്പം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നല്ല ഇനി എങ്ങോട്ടാ പോകുന്നത് പോലും അറിയത്തില്ല, അത്ര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ശരിക്കും ഇതിനൊരു ബാരിയർ വേണ്ടതാണ് അല്ലെങ്കിൽ വേണം എന്ന് കരുതുന്നുണ്ടോ? അത് നമ്മളായിട്ട് തന്നെ തീരുമാനിക്കണം. ഞാൻ അതാ പറയുന്നത്. ഇപ്പം നമ്മൾ ചില സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും എല്ലാവരും ഇങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കുവാണല്ലോ. ഓ അത് ഗവൺമെൻറ് ചെയ്തില്ല, ഇത് അവർ ചെയ്തില്ല, ഇത് ഇവർ ചെയ്തില്ല. എപ്പോഴും ഒരു തേർഡ് പേഴ്സണിലോട്ട് ഈ ബ്ലെയിം ഇടാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് മനുഷ്യർക്കെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളായിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മളൊന്നുമില്ല, റോഡിൽ കൂടെ പോകുമ്പോൾ എന്തോരം പേര് വേസ്റ്റ് ചുമ്മാ എടുത്ത് കളയുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്ന ഒരു ബേസിക് നമുക്കായിട്ടൊരു മാറ്റം വരുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലി ഇതാണെങ്കിൽ, അഭിനയമാണെങ്കിൽ ഇതിൽ ഞാൻ എന്തൊക്കെ എത്തിക്സ് എനിക്ക് ഫോളോ ചെയ്യണം, മീഡിയ ആണ് എന്തൊക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ അത് നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കണം. അതിന് അല്ലാതെ നമുക്കൊരു ഗൈഡ് ലൈൻസ് ഒന്നും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വിഷ്ണു ബ്രോ ഹായ്. അപ്പോൾ പടത്തിൽ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് കയറുന്നത് പിന്നെ അങ്ങ് സ്കോറിങ് ആണ്. ഒരു കഥ നമ്മുടെ നോർമൽ ഒരു ക്ലാസിക് കോർട്ട് ഡ്രാമ സീനുകളൊക്കെ ആണെങ്കിൽ ഒരു വക്കീലൊക്കെ വന്നിട്ട് മാസ് ഡയലോഗുകളൊക്കെ അടിച്ച് വേറെ തീപ്പൊരി ഉണ്ടാക്കുന്നത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് സാധനം ഇങ്ങനെ ലെവലിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ക്രിപ്റ്റ് കേട്ട സമയത്ത്, ഇങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് കേൾക്കുന്ന സമയത്ത്? അല്ല, ഇത് 2046 എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഫിലിം മേക്കറിൻ്റെ തലയ്ക്കകത്തിരിക്കുന്ന ഇമാജിനേഷനാണ് അവിടുത്തെ എല്ലാ പ്ലേയും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു വക്കീലിൻ്റെ കഥാപാത്രം കിട്ടുകയാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്താലും അതിലൊരു ഡെക്കറം നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും ക്രേസി ആയിട്ട് ഇത്രയും കാഷ്വലായിട്ട് ഒരു 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 കോർട്ട് ഇനി ജീവിതത്തിൽ അഭിനയിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്, ഫണ്ണാണ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എന്തുകൊണ്ട് എക്സ്പെരിമെൻ്റൽ സിനിമ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാണ്. മനസ്സിലായോ? വേറെ ഒന്നുമല്ല, അതിൻ്റെ വേറെ മാജിക് വേറെ ഒന്നുമില്ല. ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് എക്കോ എന്തുകൊണ്ട് ഹിറ്റായി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസ് എടുത്തു, അത് അവർ വേറെ മനുഷ്യനോട് പറഞ്ഞു, അയാൾ പോയി കണ്ടു. അതുകൊണ്ടാണ് അത് സക്സസ്ഫുൾ ആവുന്നതും നെക്സ്റ്റ് വരുന്നൊരു ഫിലിം മേക്കറിന് വീണ്ടും അത് എക്സ്പെരിമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം, ഇങ്ങനൊരു കഥ അവരോട് പറഞ്ഞു നോക്കാം എന്ന് തോന്നുന്നത് അങ്ങനെ ഒരു അവരുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ആ അവരിൽ തന്നെ പ്രതീക്ഷിച്ചാണ് ഈ സിനിമയും നമ്മൾ മുന്നോട്ട് വെച്ചേക്കുന്നത്. ഡെഫിനറ്റ്ലി യങ് ആയിട്ടുള്ള ക്രൗഡ് ഇത് ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു മാം. നിരഞ്ജൻ ബ്രോ ഹായ്. പറഞ്ഞ ആവറേജ് ആയിട്ടുള്ള എല്ലാ മിഡിൽ ക്ലാസ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് ഓഫ് കഥാപാത്രം ഫ്യൂച്ചറിസ്റ്റിക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് പോയ ഓരോരുത്തരാണ് എനിക്ക് വളരെ റിലേറ്റബിൾ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് നമ്മൾ ഇതിനു മുമ്പ് ഗഗനചാരിയായിരുന്നു പറഞ്ഞാൽ എടുത്തിട്ട് ഒരു സൈഫൈ അല്ലെങ്കിൽ കോമിക് ആയിട്ടുള്ള ഒരു പടം എന്ന് പറയുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഇതിന് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഇതിന്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇമാജിനേഷൻ ആണ് ഇതിന്റെ പോസിബിലിറ്റി. എത്രത്തോളം ഇമാജിൻ ചെയ്യാൻ അത്രയും പോസിബിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇത് കേട്ട സമയത്ത് ഭയങ്കര ഞെട്ടി അത്. അപ്പം അത് പിന്നെ ആ ഒരു ബഡ്ജറ്റിലും ആ ഒരു നമ്മുടെ ഒരു ഇതിൽ നമുക്കുണ്ടാവുന്ന ബാരിയേഴ്സിലൊക്കെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന
ഒരു ഡയറക്ടറാണ്. അപ്പം എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ എത്തിച്ചേരും എന്നുള്ളത് 100%. അപ്പം പടം ഇത് അങ്ങനെയല്ല, നിരഞ്ജൻ ഞാനിങ്ങനെ കോൺസ്റ്റന്റ് ടച്ചിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഏതോ ഒരു സമയത്ത് വേറെ ഏതോ കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പം നിരഞ്ജൻ ഇങ്ങനെ IFFKയിലുണ്ട്. ആ സമയത്ത് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ചാക്കിലിട്ട് പിടിക്കാൻ പോവാ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ ആരാ? ഇവിടെ ഇങ്ങനെ ആവാസ വ്യൂഹം എന്നൊക്കെ പറഞ്ഞ സിനിമ ചെയ്ത് കൃഷാന്ത് എന്ന് പറഞ്ഞ ഒരു ഒരു ഭയങ്കര കിടിലൻ ഒരു ഡയറക്ടറെ കിട്ടിയിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഇൻ്റലക്ച്വൽ, പകുതി പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഞാനിത് എങ്ങനെയും ചാക്കിലിട്ട് പിടിക്കും എന്ന് പറഞ്ഞിട്ട് 4.5 സംഘം ചെയ്യാൻ പോയി. 4.5 സംഘം ചെയ്യാൻ പോയടുത്തുനിന്ന് പ്രൊഡ്യൂസർ ഞാനാവാം അടുത്ത സിനിമയുടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പോഴും കൃഷ്ണൻ പ്രൊഡ്യൂസർ ഒന്നായിട്ട് കാര്യമില്ല, ടാലൻ്റ് ഉണ്ടായിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ നിരഞ്ജന് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ്. ഒരു 10-ൽ 7 എണ്ണം എന്തായാലും ഫലിക്കും, 9 എണ്ണം എന്തായാലും ഫലിക്കും. അപ്പം ഈ ചാക്കിലിട്ട് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 4.5 സംഘത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് 100 എണ്ണൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി. അപ്പം അപ്പോഴും 9 തന്നെ ആണ്. അപ്പോഴാണ് കൃഷാന്തിന് മനസ്സിലാവുന്നത് ഓക്കെ പുള്ളിക്ക് ഇത്രയും നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ കൃഷാന്ത് വേറെ 2-3 സിനിമ ചെയ്യാൻ പോവാതിരുന്ന ആളെ നൈസായിട്ട് പറഞ്ഞ് റീറൂട്ട് ചെയ്യിപ്പിച്ച് അല്ലേ ഇങ്ങോട്ട് വിട്ടു. എന്നിട്ട് നിരഞ്ജനെയാണ് എന്നിലേക്കും അത് മധുരമനോരമ കണ്ട, അതായത് ചാക്കിലിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രജിഷ തിരിച്ച് അങ്ങനെ കിട്ടുകയാണെങ്കിൽ കുറച്ച് എനിക്കൂടെ തരണം അങ്ങനെ കണക്ട് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു സോറി. അല്ല പക്ഷെ അത് എന്തൊരു കിടിലൻ പരിപാടിയാണ്. നിരഞ്ജ് അങ്ങനെ ചെയ്തുകൊണ്ട് നിരഞ്ജ് ഗോട്ട് എ ബ്രില്യൻ ക്യാരക്ടർ അല്ലേ. അപ്പം നമ്മളൊക്കെ കുറച്ച് ചാക്കും കൊണ്ട് അത് വേറെ കേസാവും. പടത്തിൽ പറയുന്ന പോലെ അതല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇത് കഥ കേട്ടപ്പോൾ തന്നെ. ദിസ് ഇസ് വൺസ് ഇൻ എ ലൈഫ് ടൈം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രോപ്പർ സൈബർ പങ്ക് നമ്മുടെ രാഹുൽ ബ്രോ പ്രോപ്പർ ഒരു സൈബർ പങ്ക് പടം 2003 ഇറങ്ങിയ ഒരു സിനിമയുടെ പേരാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു പടം അല്ലേ? അത് അങ്ങനല്ല, ഞാനിപ്പം സൈബർ പങ്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെയാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. പണ്ടെപ്പോഴും കേട്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സൈബർ പങ്ക് സിനിമ വേറെ ഇന്ത്യയിൽ ഏതാ നോക്കിയപ്പോഴത്തേക്കും സൈബർ പങ്ക് വേറെ ഏതാ ഇന്ത്യയിൽ നോക്കിയപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു 2003 എന്തോ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മാത്രമേ ഗൂഗിളിൽ കിട്ടിയുള്ളൂ, സിനിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടില്ല. ഓക്കെ അപ്പം ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഒരു പരിപാടി ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ആളെന്ത് ചെയ്താലും ഞാനുണ്ട്, ഞാൻ കൂടെ ഉണ്ട്. ക്യാരക്ടർ ഇല്ലെങ്കിൽ മറ്റേ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനും അല്ല അങ്ങനെയല്ല, അത്ര ക്യാരക്ടർ 2 ദിവസം അയച്ചത്, ഇപ്പം എപ്പോഴും ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. ജഗദീഷ് ചേട്ടനിലോട്ടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അദ്ദേഹം എന്താണ് പറഞ്ഞത് കഥ കേട്ടപ്പോൾ? ജഗദീഷ് സാറിൽ ഞാൻ പുരുഷപ്രയത്തിന് വേണ്ടിയാണ് റീച്ച് ഔട്ട് ആദ്യം ചെയ്ത്. അപ്പം എനിക്ക് ഹി വാസ് വെരി പോസിറ്റീവ്. പുരുഷപ്രയത്തിലും 4.5 ആങ്സിലും ഇതിലെനിക്ക് ജഗദീഷ് സാറിൻ്റെ ഞാൻ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സാർ ഇതിൻ്റെ അകത്ത് 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. യു ക്യാൻ ചൂസ് വിച്ച് എവർ യു വാണ്ട് അക്കോർഡിംഗ് ടു നിങ്ങൾക്ക് എത്ര ഡേറ്റ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജഗദീഷ് സാറാണെങ്കിൽ പറഞ്ഞ് പോലീസ് ക്യാരക്ടർ ആകുമ്പോഴത്തേക്ക് എപ്പോഴും കുറേ കൂടെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ കാണും. പിന്നെ പുള്ളിക്ക് ആ ഒരു ടൈമിലെ പോലീസുകാരൻ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഡീസൻ്റ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നും, പക്ഷെ ഭയങ്കര ഡീസൻ്റാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ട്രിക്കി ഏരിയയിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനാണ്. അപ്പം അത് പുള്ളി വായിച്ചിട്ട് പറഞ്ഞു ഇത് ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആകെ ഒരു എന്ന് വെച്ചാൽ കോടതിയുടെ 7-8 ദിവസം ഷൂട്ടിൽ സാറിന് അധികം ഡയലോഗ്സ് ഇല്ല, 1 or 2 ഇൻസേർട്ടുകളേ ഉള്ളൂ. അതാണ് ട്രിക്കി. ബാക്കി അപ്പോൾ അങ്ങനെയാണ് ജഗദീഷ് സാറിലെത്തിയത്. ഹലോ സാറേ, അതേപോലെ ഇപ്പോൾ മിക്കവാറും ഈ ലൊക്കേഷനുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് മാക്സിമം 1-2 സീനൊക്കെ ആയിരിക്കും ഒരു ദിവസം ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത്. ഈ പിന്നെ ഇവിടെ തമ്മനത്തൊക്കെ നടന്ന ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവിടെ മേഡം കാറിൽ വരുന്ന സീനും പിന്നെ മലയാളി മാമൻ സംസാരിക്കുന്ന സീനും അങ്ങനെ കുറേ സീന് പടപടപടാന്ന് എടുത്തുപോയി. അതിനകത്ത് ആ കാറിൽ വരുന്ന ആ സീനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോപ്പറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ പോപ്പർ വീണ് കഴിഞ്ഞാൽ റീടേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ച് ഇത് പോപ്പർ വീണ് കഴിഞ്ഞാൽ റീടേക്കിന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആ ടീമിനോടൊപ്പം നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഈ ക്രൗഡിനെ വെച്ചിട്ട് എത്ര സീന് എടുത്തെന്ന് ചോദിച്ച് അവിടെ കുറേ സീൻ എടുത്തെന്ന് തോന്നുന്നു ആ ഒന്നാമത്തെ ആ ദിവസം. സാധാരണ 1-2 സീനെ ഒരു ദിവസം എടുക്കത്തുള്ളൂ.
അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡയറക്ടറിന് നല്ലൊരു ചീഫ് അസോസിയേറ്റ് വേണം. ചീഫ് അസോസിയേറ്റിന് 2 നല്ല അസിസ്റ്റൻസ് വേണം. സെയിം വിത്ത് സിനിമാറ്റോഗ്രാഫർ, സെയിം വിത്ത് ആർട്ട് ഡയറക്ടർ, സെയിം വിത്ത് കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പം നമുക്ക് ബേസിക്കലി ഇത് മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഐഡിയ അങ്ങ് അറ്റം വരെ എത്തുമോ എന്നുള്ളത്, ചൈനീസ് വിസ്പർ പോലെ ഇത് അവസാനം അവിടെ എത്തൂല. അതാണ് മിക്കവാറും പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി എടുത്ത് മാറ്റിയിട് എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടി തന്നെയാണോ മാറ്റിയിടുന്നതെന്ന് നമുക്ക് സംശയം വരും. അതങ്ങ് വരെ എത്തത്തില്ല ആ മെസ്സേജ്. അപ്പം ഇത് നമ്മൾ കുറച്ച് പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവും. അല്ല, അപ്പോൾ അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട്. അപ്പോൾ എനിക്കെൻ്റെ ചീഫുമായിട്ടുള്ള നിഖിലുമായിട്ടുള്ള ഒരു ഇതിൽ ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഡോക്യുമെൻ്റായിട്ട് പോകും. ഇപ്പോൾ എല്ലായിടത്തും ഈ സാധനം പോയിട്ട് മൈക്കിലും വിളിച്ചു പറയും, സീൻ ഫുള്ളും റിഹേഴ്സും ചെയ്യും. അപ്പം പിന്നെ അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെറുപ്പിക്കാറില്ല, അല്ലെങ്കിൽ നമ്മളങ്ങനെ തെറിയൊക്കെ വിളിക്കാതിരിക്കാൻ മാക്സിമം നോക്കും. അൺലെസ് ഭയങ്കരമായിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കുമ്പോൾ മാത്രമേ സൈഡിൽ കൊണ്ടുവരുത്തി സംസാരിക്കാറുള്ളൂ. അല്ലാതെ ഭയങ്കര ജെന്യുവിനായിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് അവരും ഇതിൻ്റെ അകത്ത് ഭാഗമാണെന്ന് തന്നെ അവർക്ക് എന്ന് വെച്ചാൽ അവരും ആ സെറ്റപ്പിൽ വേണം. അവരുണ്ടെങ്കിൽ അവരുടെ മൂവ്മെൻറ്റുകൾ കൊറിയോഗ്രാഫ്ഡാണ്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും സഹകരിച്ച് നിൽക്കും. പിന്നെ ബേസിക്കലി ഡയറക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഫുൾ ടീമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് ഇവൻച്വലി ഒരു സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാക്സിമം ഞാൻ ആ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാനും നോക്കും, എൻ്റെ ടീംമേറ്റ്സും കീപ്പ് ചെയ്യാൻ നോക്കും. അറിയാമല്ലോ. അത് എനിക്ക് അജിത് വിനായക ഫിലിംസുമായിട്ട് ഞാനും നിരഞ്ജും കൂടെ പണ്ടൊരു പ്രോജക്റ്റ് പിച്ച് ചെയ്തിട്ടുണ്ട്, പഴയ ഒരു ഫിലിം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗഗൻചാരിയിൽ ഞാൻ അതിൻ്റെ പാർട്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു വയബിലിറ്റി, ഈ പ്രോജക്റ്റിൻ്റെ വയബിലിറ്റിയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പ്രോജക്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംബിഷൻ ഇസ് ഓൾസോ ലിമിറ്റഡ് ടു ഇറ്റ്സ് വയബിലിറ്റി. എത്ര ബിസിനസ്സും അങ്ങനെയൊക്കെ ചിന്തിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കണ്ടൻറ്റിനെക്കാട്ടും കൂടുതൽ നമ്മളിതിൻ്റെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. അപ്പോൾ ബേസിക് ത്രെഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രൊഡക്ഷൻ ഹൗസ് വാസ് റിയലി ഓക്കെ വിത്ത് മീ. ഡയറക്ടറോടാണ് ഇതിലേത് ഒരു ഗെയിമിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്കൊരു ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു തീം തന്നെ വേണം എന്ന് ചിന്തിച്ച് ചെയ്താണോ അതോ ഗ്രാജുവലി അങ്ങനെ വന്നതാണോ? അല്ല, നമുക്ക് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇല്ല ഈ മിത്തോളജിക്കലായിട്ട് നമ്മുടെ ബോഡി നമുക്ക് വേറൊരു സ്ഥലത്ത് വിടാൻ പറ്റും, പരകായ പ്രവേശം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരു മാൻ്റെ ഒരു ഭയങ്കര ഒരു ആവശ്യമാണ്, ഒരു ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ്. അപ്പം അങ്ങനെയുള്ളത് ടെക്നോളജിക്കലായിട്ട് വരാൻ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd person ഗെയിം, നമ്മൾ വെയറബിൾ ഗിയറൊക്കെ ഇട്ട് കളിക്കുന്ന ഗെയിമാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഇപ്പം അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട് ഗെയിമിൽ കയറിപ്പോകുന്നത്. ഇപ്പോൾ മേട്രിക്സ് ആണെങ്കിലും റെഡി പ്ലെയർ 1 ആണെങ്കിലും റെഡി പ്ലെയർ 2 ആണെങ്കിലും റെഡി പ്ലെയർ 2ൻ്റെ ബുക്കിലൊക്കെ ഇതിൻ്റെ സിമിലർ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളൊരു ഒരു ആക്ടിവിറ്റീസിന് കുറച്ചുകൂടെ ബിലീവബിലിറ്റി കൊണ്ടുവരാൻ പറ്റും എന്ന് തോന്നിയുകൊണ്ടാണ് ഇത് ട്രോണിലുണ്ട്. അപ്പം പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ജോണറിൽ നമ്മൾ ഇങ്ങനത്തെ എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമുലേറ്റീവ് ഫിക്ഷൻ എന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു ജോണറിന്. അപ്പം അത് മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭയങ്കര ഇതാണ്. ആ വേർഡ് എനിക്ക് സിമുലേറ്റീവ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അരുൺ ചന്തുവാണ്. എനിക്കത് അറിഞ്ഞൂടാ. ഞാൻ ഇതിൻ്റെ കഥ അരുണിൻ്റെ അടുത്ത് എപ്പോഴും ഒപ്പിച്ച് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ സിമുലേറ്റീവ് ഫിക്ഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ പേരിട്ട് ChatGPT-യിലൊക്കെ കേട്ട് ഞാൻ പിന്നെ സിമുലേറ്റീവ് ഫിക്ഷൻ്റെ ആളായി. സാറേ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലീസ് റൗണ്ട് ചുറ്റുന്നത് കാണിക്കുന്നുണ്ട്. അതായത് അത്ഭുതമായിട്ട് തോന്നി. അപ്പൊ അത് ഫ്ലൈയിങ് സ്ക്വാഡാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പക്ഷേ ഫ്ലൈ ചെയ്യും. അത് ഫ്ലൈയിങ് സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്, ഫ്ലൈയിങ് സ്ക്വാഡ്.
അല്ല ബൊലോറോ തന്നെ വേണം, അല്ലെങ്കിൽ ആ ഒരു ഡ്രോൺ വെച്ച് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാം. ഇത്രയും ചിന്തിച്ച ആൾക്ക് അതെന്തുകൊണ്ട് അത്രയും പുറകിലോട്ട് പോകാൻ ചാൻസ്? ഈ റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞൊരു 80s വന്നേക്കുന്ന സൈഫൈ ഫിലിംസിൽ ഉള്ള അതേ ടെക്നോളജി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ്, അതൊരു ഹോളിവുഡൻ ട്രെൻഡാണ്. അപ്പം നമ്മുടെ റിട്രോ ഫ്യൂച്ചറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൊളേറോയും സുമോയും ഒക്കെ പറക്കുന്നതും പഴയ ആംബുലൻസുകളും അങ്ങനെയുള്ളൊരു, അതുപോലെ തന്നെ ഇപ്പോൾ വാട്ടർ കൂളറൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന വാട്ടർ കൂളർ സ്ക്വയറായി സർക്കിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ. അപ്പം അതൊരു ആപ്പിളിൻ്റെയൊക്കെ ഡിസൈൻ ഐഡിയയാണ് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ ഡിസൈൻ സാധനങ്ങളും ഫോളോ ചെയ്യുന്നത്. പക്ഷേ റെട്രോ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ എല്ലാം സ്ക്വയറുകളാണ്, ബോക്സ് ഒക്കെയാണ്. എന്ന് വെച്ചാൽ അഴുക്ക ഡിസൈനാണ്. അപ്പോൾ അല്ലേ അത് ആ ഡിസൈൻ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു ശ്രീജിത്ത് റെട്രോ ഫ്യൂച്ചേഴ്സ് ഒന്ന് ബ്രീഫ് ചെയ്യുമോ? അതായത് നമ്മുടെ പണ്ടത്തെ CRT TV-യിലൊക്കെ ടച്ച് സ്ക്രീനൊക്കെ വന്നാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ഐറ്റമാണ് റെട്രോ ഫ്യൂച്ചറിസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതിലോട്ടും ഡയറക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് നോർമലി ഒരു സ്കാനർ ആണെങ്കിൽ അതിലൊരു മഞ്ഞ ലേസറും കൂടെ അടിച്ചു വിടും, ആ ഒരു സെറ്റപ്പ്. അത്രേ ഉള്ളൂ. അത് മാക്സിമം വർക്കൗട്ട് എല്ലാവർക്കും ആയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ ക്യാമറാസ് നോക്കുമ്പോഴത്തേക്ക് ഈ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ക്യാമറാസ് ഒന്നും ഐഡിയലി നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഫ്യൂച്ചറിൽ കാണത്തില്ല. ദേ വോണ്ട് ബി ക്യാമറാസ്. നമുക്ക് എവിടെ നിന്നും ഇങ്ങനെ കൈവച്ച് വരച്ചെടുക്കാൻ പറ്റും, ജനറേറ്റഡ് ഇമേജസ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ പഴയ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലത്തെ സൂപ്പർ ഹൈറ്റ് അങ്ങനെയൊക്കെയുള്ള ക്യാമറാസൊക്കെ ഡിസൈൻ ചെയ്ത്, അപ്പോൾ കുറച്ചൊരു റിട്രോ സാധനം കൂടെ ഇടയ്ക്ക് വരും. ഈ കേബിൾസൊക്കെ വെച്ചേക്കുന്നതൊക്കെ ഇല്ലേ, RCA കേബിൾസ് ഒന്നും ഇപ്പോഴത്തെ ഡിവൈസസിലൊന്നും വെക്കില്ല. അപ്പോൾ അത് ദാരിദ്ര്യമല്ല, അത് ഒരു റെട്രോ ഫ്യൂച്ചറിസത്തിൻ്റെ ഭാഗമാണ്. അതൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതാണ് ഈ ബോളറൊക്കെ വന്നേക്കുന്നത്. ശരിക്കും വേണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ 2 രീതിയിൽ 3 രീതിയിൽ അത് പ്രേക്ഷകനെ ചിന്തിക്കാവുന്ന ലെവലിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്യിക്കാം എന്നുള്ളത് കൊണ്ടാണോ? അല്ല, എനിക്കിതിൽ ഈ 3 രീതി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഐ വാസ് നോട്ട് ഷുവർ വെദർ ഐ വോണ്ട് ടു പുട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ എക്കോ സിനിമ ഉണ്ട്. അപ്പോൾ എക്കോ സിനിമ ഉണ്ടപ്പോൾ അതിലൊക്കെ ഓപ്പൺ എൻഡിങ് വന്നിട്ട് ഓഡിയൻസ് അക്സെപ്റ്റ് ഒക്കെ ചെയ്തു. അപ്പം അതെനിക്കൊരു കോൺഫിഡൻസ് തന്നു, ദാറ്റ് ഞാനും ഓപ്പണായിട്ട് വെക്കാം, ഇതിൻ്റെ അകത്ത് ആൾക്കാർക്ക് ഓരോ മീനിങ് കിട്ടുമെന്ന്. അപ്പോൾ എനിക്കത് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദോസ് ഫിലിം മേക്കേഴ്സ് ഫോർ ബീങ് കറേജിയസ്. ഒരാളുടെ കറേജ് വേറൊരാളെടുക്കും, ഞാനാണെങ്കിൽ എല്ലാവരും എടുക്കും. അപ്പോൾ എനിക്ക് ആ കറേജ് അവരെ നിന്നാണ് കിട്ടിയത്. അതൊക്കെ എങ്ങനെ ഈ ഓഡിയൻസ് അക്സെപ്റ്റ്, കാരണം സാധാരണക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ അത് എത്രയും ഡെപ്ത് ആയിട്ടാണ് അത് എഴുതിയത്, സമയമെടുത്തോ എഴുതിയതാണോ അതോ അത്രയ്ക്ക് ക്ലാരിറ്റി എങ്ങനെ വന്നെന്നുള്ളതാണ്. പിന്നെ സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ ഒരു കഥാപാത്രം ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ജഗദീഷ് ഏട്ടൻ. ഇവർ രണ്ടുപേരെയും ഇത്ര സീനിയറായ ആക്ടേഴ്സ് ഇവരോടൊപ്പം അഭിനയിക്കുമ്പോൾ മുഴച്ചു നിൽക്കേണ്ട ഒരു സംഭവങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് ആ എഴുത്തിൻ്റെ ഒരു കാര്യം, ആ ഡയലോഗ്സ് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്തത് എന്നുള്ളതാണ്. ഡയലോഗ്സിന് സ്ട്രക്ചർ ഉണ്ട്. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് വീണ്ടും വർക്ക് ചെയ്യും. ഞാൻ നിരഞ്ജും കൂടെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ വർക്ക് ചെയ്തു. അപ്പോൾ കുറേ ജോക്സുകൾ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ, നിരഞ്ജ്, വിഷ്ണു, രാഹുൽ, ശ്രീനാഥ് നമ്മൾ വീണ്ടും ആ ഡയലോഗിലിരുന്ന് വർക്ക് ചെയ്തു. പിന്നെ രജിഷ വന്നു, നമ്മളെല്ലാവരും കൂടെ ഒത്തിരുന്ന് വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ റിഹേഴ്സ് ചെയ്തു. എന്നിട്ട് ആ റിഹേഴ്സലിൽ നിന്ന് ഡയലോഗ്സ് വീണ്ടും എടുത്ത്, പിന്നെ ഇത്രയും ഡയലോഗ്സ് വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ഈ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിന് ഇതിൻ്റെ ഇടയിൽ ഇപ്പം എൻ്റെ അടുത്ത് ജഗദീഷ് സാർ പറയുന്നുണ്ട് ഇന്ന non-AC ജയിൽ എന്ന്. അപ്പോൾ അത് ഭയങ്കര ഫണ്ണിയാണെന്ന് ഞാനത് ആലോചിച്ചില്ല. അപ്പോൾ അത് സാർ എന്നെ ഞാൻ ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്ക് ഐ ഹാവ് സംതിങ് ഹിയർ, ഞാനൊരു സാധനം പറയാം, വർക്ക് ചെയ്യാൻ നോക്കുന്നത് പറഞ്ഞിട്ട് non-AC ജയിലിൽ. അപ്പോൾ ഞാൻ ക്യാമറയുടെ ബാക്കിൽ ഞാൻ ഓക്കെ, അതൊരു ഭയങ്കര ഫണ്ണിയാണ്. അപ്പം അങ്ങനെ ഈ ആർട്ടിസ്റ്റിന് തന്നെ ഇത്രയും സ്പെക്ക് കിട്ടുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് അവരുടെ ഒരു ചെറിയൊരു സ്ട്രോക്ക് കൂടെ അതിൽ ആഡ് ചെയ്യും. ചിലപ്പോൾ ആ സ്ട്രോക്കായിരിക്കും ചിരിക്കുന്നത്, ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്നത്. അതെ, കോടതിയാണോ അണ്ടി ആപ്പീസാണോ എന്ന് ജഗദീഷ് സാർ ചോദിക്കുന്നുണ്ട്. എനിക്കത് ഒട്ടും ഫണ്ണി അല്ലായിരുന്നു കേട്ടോ. എനിക്കത് കേൾക്കുമ്പോഴേ അയ്യോ, നമ്മൾ ഈ 2046 അണ്ടി ആപ്പീസിനെ കുറിച്ച് പറയുമ്പോൾ 2012 തന്നെ അണ്ടി ആപ്പീസ് ഞാൻ ഇങ്ങനെ ഇതായിട്ട് വെച്ചു. പക്ഷേ ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെയോ വന്ന് ഇത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലെറ്റ് മീ കീപ് ദ ഫെയ്ത്ത് അത് വെച്ചു. അത് നല്ല ചിരി കിട്ടുന്നുണ്ട്. അപ്പം യെസ്, ഈ രജിഷ വിജയൻ പിന്നെ ഈ പറയുന്ന മധുവിപ്രഭയുടെ കോമഡികളൊക്കെ, ഇവർ രണ്ടുപേരുടെ കോംബോ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു സിനിമയിൽ വന്നിട്ടില്ല. പക്ഷേ അത് പരീക്ഷണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിരഞ്ജൻ, ഇവരുടെയൊക്കെ ഈ പറയുന്ന 3 വ്യത്യസ്തമായിട്ടൊരു കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതിന് മുമ്പ്.
അപ്പോൾ ഇവരുടെ ഇതിലേക്ക് ഇവരെങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം? വേറൊന്നുമില്ല, ഇപ്പോൾ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ സംഭവം വന്നിരുന്നു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇതെങ്ങനെയത്, കാരണം ഐറ്റം ഡാൻസ് എന്നുള്ളത് ഇപ്പോൾ ഒരു കഥാപാത്രമായി കഴിഞ്ഞാൽ എല്ലാവരും അതാവണം. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംഭവമുണ്ട്. ഐറ്റം ഡാൻസ് ചെയ്യുന്നത് ശരിയാണോ എന്ന ചിന്ത വരുമല്ലോ. അപ്പോൾ ഇത് കൺവിൻസ് ആവുക എന്നുള്ളതുണ്ടായിരുന്നു. അല്ല, മാജിക്കലി നമ്മൾ ക്രിയേറ്റീവ് ഒരു പ്രോസസ്സിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും, ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഈ അൺസർട്ടനിറ്റീസും പേടികളും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവർ ചെയ്യും ഇതൊക്കെ അങ്ങ് മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോയിൽ അങ്ങ് പോവുക. അപ്പോൾ നമ്മൾ ആരെടുത്ത് വേണമെങ്കിലും ഇത് ചോദിക്കാനുള്ളൊരു ധൈര്യം വരും. അത് ഡെസ്പിറേഷൻ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സംഭവം നമുക്ക്. അപ്പോൾ ഞാൻ രജിഷയെ കണ്ടപ്പോഴത്തേക്കും ഇത് ഐറ്റം ഡാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ രജിഷ അങ്ങനെയൊന്നും ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ ഇതൊക്കെ ഉണ്ട് ദിവ്യയുടെ അടുത്താണെങ്കിലും ഇല്ല, എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പം സുരേഷ് കൃഷ്ണ സാറിൻ്റെ അടുത്തൊക്കെ ആ ക്യാരക്ടർ പറയുന്നത് ട്രിക്കി ക്യാരക്ടറല്ലേ. എന്നിട്ട് ഞാൻ അത് അപ്പം നമുക്ക് അങ്ങനെ ആലോചിക്കും. ഞാനും വിഷ്ണുവും കൂടെ പോയാണ് നമ്മൾ സുരേഷ് സാറിൻ്റെ അടുത്ത് ആ സാധനം പറഞ്ഞു. വിഷ്ണുവാണ് എനിക്ക് സുരേഷ് കൃഷ്ണ സാറിന് റൈഫിൾ ക്ലബ്ബിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതൊക്കെ. അപ്പോൾ ഞാൻ കൂടുതൽ അതിൻ്റെ എനിക്ക് എന്തോ ദൈവം സഹായിച്ച ആ സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇപ്പം പാട്ടൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഇത് എൻ്റെ പൊന്നെ ഇത്രയും വലിയ ആഘാതമാണോ ഇതെന്നൊക്കെ ഞാൻ ആലോചിച്ചത് പാട്ടൊക്കെ ഇറങ്ങിയിട്ടാണ്. അതുവരെ ഞാൻ ഇത് ഒരാളെന്തോ പറഞ്ഞത് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു സ്പേസിലല്ല എനിക്ക് ദൈവം സഹായിച്ചത് അല്ല. അതെ, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഫിലിം മേക്കേഴ്സ്, ഫോർ പ്രൊഡ്യൂസേഴ്സ്, ഫോർ റൈറ്റേഴ്സ് എല്ലാവർക്കും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ട്രൈങ് ടു മേക്ക് ദ ബെസ്റ്റ് ഐറ്റം പ്രോഡക്റ്റ്. ഇത് ബെസ്റ്റ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്തായാലും നമ്മളെക്കാട്ടും ബെസ്റ്റ് സാധനം വരും. അത് ഭൂമിയുടെ ഒരു റൂളാണെന്ന്. എന്തിൽ ബെസ്റ്റ് ഉണ്ടോ അതിനെക്കാട്ടും ബെസ്റ്റ് എവിടെയെങ്കിലും ഉണ്ട്. അപ്പോൾ ഇത് ബെസ്റ്റ്. അതായത് ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ചിരുന്നു ഇനി എങ്ങാനും കൃഷാന്ത് അത് ആലോചിച്ച് പോയിട്ട് എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ വാട്ട് എ മിസ് ദിസ് വുഡ് ഹാവ് ബീൻ. അല്ലേ, എനിക്ക് റോൾ ഓഫ് എ ലൈഫ് ടൈം എനിക്ക് മിസ്സായി പോയനെ. സോ താങ്ക്ഫുള്ളി ഹി ഡിഡ് നോട്ട്. ആൻഡ് കറേജസ് ഫിലിം മേക്കേഴ്സ്, നോർമലി ഒരു ഫിലിം മേക്കേഴ്സ് അങ്ങനെ ഒന്നും, കാരണം നമ്മളവിടെ ആക്ടേഴ്സ് ആയിരിക്കുമ്പം പുറമേ ഉള്ള ആൾക്കാർക്ക് നമ്മളെ മുഖം ഇപ്പോഴും പുറത്ത് വരുമ്പോൾ തോന്നുന്നു നമുക്ക് കൂടുതൽ ഏജൻസി ഉണ്ടെന്നില്ല. നമുക്ക് ഏജൻസി ഇല്ല. കാരണം ഞങ്ങൾ ഇത് നമ്മുടെ മുഖം സ്ക്രീനിൽ വരണമെങ്കിൽ ഒരാൾ കഥ എഴുതണം, ഒരു സംവിധായകൻ അത് ഡിസൈഡ് ചെയ്യണം, ആ സംവിധായകൻ്റെ ആ എഴുത്തുകാരൻ്റെ മനസ്സിൽ നമ്മളുടെ മുഖം വരണം, നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തോന്നണം. ഇത് നമ്മളുടെ അടുത്ത് വന്നാലല്ലേ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ മുന്നേ ഉള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയെന്നാലും കൃഷാന്ത് തോട്ട് ഓഫ് യു, രജിഷനെ കുറിച്ച് ആലോചിച്ചല്ലോ. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം നമ്മളുടെ പ്രീവിയസ് വർക്ക് അല്ലെങ്കിൽ നമ്മളിതിന് മുന്നേട്ട കോസ്റ്റ്യൂംസ്, ലുക്ക്, ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ എനിക്കായിരുന്നു നഷ്ടം സംഭവിക്കുക എന്നുള്ളതാണ്. ഈ സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ുമ്പോഴും അവർ തമ്മിൽ വളരെ നന്നായിട്ട് പെരുമാറുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. അതിനകത്ത് നമുക്കിപ്പം എത്രയാണെങ്കിലും പിരിഞ്ഞു കഴിയുമ്പം അതിനകത്ത് വരുന്ന ചില തോട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് ശരിക്കും ഒരു മനുഷ്യൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അത് മായ്ച്ചു കളയാന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ശരിക്കും ചെയ്തത്? കാരണം വെച്ചാൽ നമ്മൾ ആ രണ്ട് സാധനവും വേണം താനും, എന്നാലത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യരുത്. അപ്പം ആ ഒരു രീതിയിൽ എങ്ങനെയാണ് എടുത്തത്? ഞാനൊന്നും ചെയ്തില്ല. ബാർബർ മുടി വെട്ടി ഒരു സൈഡ് അങ്ങ് ഷേവ് ചെയ്ത് തന്നു. കൃഷാന്ത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു ഇതാണ് ലുക്ക് എന്ന്. ഐ വാസ് വെരി എക്സൈറ്റഡ് പടത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ. പിന്നെ കൃഷാന്ത്, ഐ എം എ ഫാൻ ഓഫ് കൃഷാന്ത്സ് ഫിലിംസ്. അപ്പം അതിലൊരു ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. വിത്ത് ഇങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ്, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. സോ ഇറ്റ് വാസ് ഫൺ. അതുപോലെ തന്നെ ഒരു ജയിലിലേക്ക് കയറി വരുമ്പോൾ കാണാനാണെന്ന് കരുതുകയും അത് കഴിഞ്ഞ് കുറ്റവാളിയാണ് എന്തിനാണ് വരുന്നതെന്നുള്ളത് മനസ്സിലായപ്പോൾ നല്ലൊരു ചിരി ഉണ്ടായിരുന്നു. ശരിക്കും അത് ആ ഒരു സാധനമൊക്കെ ചെയ്യുമ്പം എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? പക്ഷെ അത് പറയുന്നവര് നമ്മൾ ചെയ്യുന്നു. പിന്നെ ഐ തിങ്ക് നിരഞ്ജൻ്റെ കൂടെ എനിക്ക് കുറച്ചും കൂടെ ചെയ്യാനുള്ള നിരഞ്ജനോടാണ്. ആൻഡ് വെറുതെ അങ്ങോട്ട് റിയാക്ട് ചെയ്ത് കൊടുത്താൽ മതി, പുള്ളിക്കാരൻ ചെയ്തോളും. അപ്പം യെസ്, താങ്ക്സ് നിരഞ്ജ്. ഹ്യൂമറസ് ആണ് ആള്. അല്ല, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയണ്ട. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിരഞ്ജ് തരുന്നതായിരിക്കും. കുറേ ഇറ്റ്സ് എ മാസ് ഫിലിം, മാസ് പടമാണ്.
അതേപോലെ ഈ സിനിമയ്ക്കകത്ത് തന്നെ ഇത് ഒരു രജിസ്റ്റേർഡ് സീൻ എന്ന് പറയുന്നുണ്ട്. അപ്പം സെൽമി എന്ന് പറയുന്ന സമയത്ത് ശരിക്കും സൊസൈറ്റി ഈസ് എ മാർക്കറ്റ്, വി ആർ എ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സൊസൈറ്റിയിൽ റെലവൻ്റ് ആയിട്ടൊരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു തോട്ട് വരാനുള്ള ഒരു കാര്യം എന്താണ്? അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ജീവിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം വിൽപ്പനയുടെ ഒരു പല പല സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പം എസ്പെഷ്യലി അപ്പം വാല്യൂ ഉള്ള ആൾക്കാർ ഇപ്പം ആ ഡയലോഗ് എക്സാക്ട്ലി പറഞ്ഞത് വിഷ്ണു അഗസ്ത്യയാണ് എൻ്റെ അടുത്ത്. നമ്മൾ സംഘർഷേണ്ണ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിഷ്ണു അഗസ്ത്യ ഒരു ലോങ് ആക്ഷൻ സീനൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. ലോങ് ആക്ഷൻ സീൻ, അത് സംഘർഷേണ്ണയുടെ എൻഡിലൊരു വെരി ഇൻട്രസ്റ്റിംഗ് ആക്ഷൻ സീനുണ്ട്. അപ്പം ഞാനൊന്നും അത്ര ഫിറ്റല്ല. അപ്പോൾ വിഷ്ണു ഫിറ്റായിട്ടിരുന്ന് ഇത്ര ആക്ഷനൊക്കെ ചെയ്തു, വീണ്ടും ചെയ്യുന്നു, ചാടുന്നു, എല്ലാം കഴിഞ്ഞിട്ടപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇരുന്നിട്ട് ചോദിച്ചാൽ വിഷ്ണു ഇങ്ങനെ തളർന്നിട്ട് വന്നു, ഭയങ്കര കഴിവാടോ, കൊണ്ടുപോയി എന്നെ വിൽക്കടോ എന്ന്. അത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് വെരി ട്രൂ അല്ലേ. അപ്പോൾ ഞാൻ രജിഷയുടെ അടുത്തും ഈ ഡയലോഗ് വിഷ്ണു ഇങ്ങനെ പറഞ്ഞതായിട്ട് തന്നെയാണ്, ഈ ഡയലോഗ് ഇത് പറയേണ്ട രീതി ഇങ്ങനെയാണ് അപ്പോൾ എന്ന് പറഞ്ഞു. രജിഷ, ശരിക്കും അങ്ങനെ ഡയലോഗ് പറയുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്? അതായത് ഇപ്പൊ ശരിക്കും സൊസൈറ്റി റെലവെന്റ് ആയിട്ടുള്ളത് നടക്കുന്ന നമ്മൾ കുറച്ച് ഹിന്ദിയും കൂടെ ഇട്ടുന്നേ ഉള്ളൂ. അതെ ബേജോ. അല്ല, അത് ഭയങ്കര റെലവെൻ്റ് ആണല്ലോ, എല്ലാം വിൽക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണല്ലോ. സോ യെസ്. പക്ഷേ എനിക്ക് വിഷ്ണുവേട്ടൻ്റെ കറക്റ്റ് മോഡുലേഷൻ പറഞ്ഞു തന്നതുകൊണ്ട് കുറച്ചും കൂടെ അടിപൊളിയായത്. അല്ലേ, എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. സെക്കൻഡ് പാർട്ടിൻ്റെ ടൈറ്റിൽ സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്നുണ്ട് മസ്തിഷ്ക വർണ്ണൻ 2 ഡീകൺസ്ട്രക്ഷൻ ഓഫ് റോബിൻസ് പാരഡോക്സ് എന്ന്. അതൊരു ടൈം ട്രാവലൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള കോമഡി ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഇതിപ്പോൾ ഫങ്ഷണലായി തുടങ്ങിയതുകൊണ്ട് ഓഡിയൻസ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ വർക്കാവുന്നുണ്ട് സിനിമ. നമ്മൾ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചും ആലോചിക്കുന്നതാണ്. അതെ പ്രശാന്തിൻ്റെ ഒരു ഷോട്ടും കൂടെ ഇതിൻ്റെ എൻഡിലുണ്ടായിരുന്നു, ഒരു ഷോട്ട് കൂടെ എടുക്കാം. പിന്നെ സെൻസർ ചെയ്ത് തിരിച്ച് വരണം. അപ്പം എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ആ ഷോട്ട് നമ്മൾ എടുക്കാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് നിർത്തിയത്. അങ്ങനെ ആ ഒരു സീനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്തെങ്കിലും പറഞ്ഞു? അതാ ഇല്ല പ്രശാന്തിൻ്റെ അടുത്ത് ജസ്റ്റ് ഫോട്ടോ അയച്ചാൽ പറഞ്ഞോളൂ. പുള്ളി സിനിമ കണ്ടതിന് ശേഷമാണ് അത് കണ്ടത്. അതെ. പക്ഷെ ആ സീൻ കണ്ടപ്പോൾ തിയേറ്റർ മൊത്തത്തിൽ ഒരു വലിയൊരു ചിരി പടർന്നു. അത് ആ പ്രശാന്ത് ചേട്ടനും കൂടെ ഉള്ള ഒരു അംഗീകാരമാണല്ലോ. പുള്ളി അതിന് ആ ഒറ്റ സീനിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് പുള്ളി ഭയങ്കരമായിട്ട് തിയേറ്ററിൽ അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ പ്രശാന്തേട്ടൻ പറഞ്ഞാടാ, നീ ഇത് വേറെ എവിടെയും പോയി പറയരുത്, പിന്നെ ഇനി ഡയറക്ടേഴ്സ് എൻ്റെ ഫോട്ടോ മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പിടിക്കാൻ പറ്റിയത്? എത്ര എഫേർട്ട് എടുത്തു ഇതില്? അത് തന്നെ സ്ലാങ്ങിലോട്ട് എനിക്കിഷ്ടമാണ് സ്ലാങ്ങിൽ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് സ്ലാങ്സ്. പണ്ട് തൊട്ട് സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ ചുമ്മാ ഫ്ലോയും പോയി. അല്ല അപ്പോൾ അല്ല അത്രേ ഉള്ളൂ. അപ്പോൾ അത് കൃഷാന്തിന് ഓക്കെ ആയിരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ സ്ലാങ്ങൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമല്ലോ. പക്ഷേ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വന്നിട്ടത് ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര ഹാപ്പിയായി. അതെ ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഡയലോഗ്? കാലത്തിലുള്ളതല്ലേ തവിയിൽ വരത്തുള്ളത്. ഓക്കെ, താങ്ക് യു. എന്തോന്ന് റെജി ഇത്? എന്താ മോള്? രേഷ, ഇപ്പം ബൈസൺ എന്ന് പറഞ്ഞ സിനിമ ഐ ഹോപ്പ് രേഷയുടെ ലൈഫിൽ തന്നെ കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് വന്നിട്ടുള്ളൊരു പടമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പടം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നായികയല്ല, പക്ഷേ നായികയെക്കാട്ടിലും സ്കോർ ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് ഉള്ളൊരു പടമാണ്. അപ്പം
ഇനി സിനിമ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഒരു സിനിമ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ബൈസൺ ഇറങ്ങിയതിന് ശേഷമുള്ള രജിഷയ്ക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്കല്ലേ നമ്മുടെ ഈ സിനിമയിലെ നായിക എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും നായകൻ്റെ റൊമാൻറ്റിക് പെയറിനെയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പം ചില സമയത്ത് അമ്മ റോളായിരിക്കാം സിനിമയിൽ ശരിക്കുള്ള നായിക, അല്ലെങ്കിൽ സിസ്റ്റർ ആവാം, ഫ്രണ്ട് ആവാം. നമുക്ക് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഇപ്പം മധുര മനോഹര മോഹത്തിൽ ഞാൻ ഞാൻ സിസ്റ്ററാണ് ആ സിനിമയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ സിനിമയിൽ നമ്മൾ 5 മിനിറ്റാണോ 10 മിനിറ്റാണോ മുഴുനീളം നമ്മളാണ് ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇപ്പം ഇന്ന് തന്നെ ഇപ്പം നിങ്ങൾ ഇവിടെ എടുത്ത് നോക്കൂ, ഇപ്പം നമ്മൾ ദിവ്യയുടെ ക്യാരക്ടറാണെങ്കിലും ആനിൻ്റെ ക്യാരക്ടറാണെങ്കിലും ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫ്രീഡേ അല്ലാതെ ഈ 2 ക്യാരക്ടേഴ്സിന് കൃഷാന്തനെ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിച്ച് ഞാൻ പോയെന്നാണ് ചെയ്യാൻ. ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എവിടെ നല്ല ഹോപ്പ് ഉണ്ട്, എവിടെ നല്ല ക്യാരക്ടർ കിട്ടുമോ അവിടേക്ക് എത്തിപ്പെടാനുള്ളൊരു ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് പ്രൈമറിലി. പിന്നെ ബൈസൺ സക്സസ്ഫുൾ ആയി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ തമിഴിലാകെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏത് സിനിമ നമ്മൾ ചെയ്യുമ്പം ആ സിനിമ വർക്ക് ആകുമ്പം ഭയങ്കര സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് മസ്തിഷ്ക മരണം ഇവിടെ നല്ല റിവ്യൂസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു എവ്രി വൺ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. നിങ്ങൾ മീഡിയാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയുടെ ഒരു അവയർനെസ് വേണമല്ലോ, ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ നിങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് ഫോർ മസ്തിഷ്ക മരണം. താങ്ക് യു. ഞാൻ തന്നെ ഇവിടെ തന്നെ. Book my show.